ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അലി. നിങ്ങൾ വിചാരിക്കുകയായിരിക്കും ഇവ എന്തിടെ ഇതിൻ്റെ അകത്തുനിന്ന്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വെറുതെ ഒന്നും ഇതിൻ്റെ അകത്ത് കയറി പോവില്ല. ഞാൻ വെറുതെ ഒന്നും ഇതിൻ്റെ അകത്തുകൊണ്ട് തല വയ്ക്കില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ തിരുവനന്തപുരം ലുലു മാളിൽ കൂടെ ഇങ്ങനെ പോവായിരുന്നു. കാരണം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ലുലു മാളിൽ ഓഫറുണ്ടല്ലോ. അങ്ങനെ ലുലു മാളിൻ്റെ ഓഫറിനൊക്കെ പോയപ്പം ഞാൻ അതിൻ്റെ ഓഫറൊക്കെ പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ വന്നപ്പം നമ്മളെ ബാർബിക്യൂ നാഷനിൽ ഞാനിപ്പോൾ നിൽക്കണമെന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ലുലു മാളിൻ്റെ അകത്തുള്ള ബാർബിക്യൂ നാഷനിലാണ് ഞാൻ നിൽക്കണത് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം വന്നിട്ട് ബാർബിക്യൂ നാഷൻ്റെ മുമ്പിൽ ഓഫർ എന്നിട്ടിരിക്കണം 499 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബൊഫെ. അത് കേട്ടാൽ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? വെറുതെ വിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബീഫും പൊറോട്ടയും അങ്ങ് മറന്ന്. കാരണം നമ്മളിപ്പം ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ എവിടെയെങ്കിലും പോയിട്ട് വല്ല ബിരിയാണി വല്ല കഴിക്കാനായിരുന്നു പ്ലാന്. പക്ഷേ ഇത് കണ്ടപ്പോൾ 499 ഓഫർ. പിന്നെ ബാർബിക്യൂ നാഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു നല്ലൊരു കിടിലം ഒരു ബൊഫെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ബാർബിക്യൂ നാഷൻ. ഞാൻ പണ്ട് വന്നിട്ട് കുറേ കാലം ഈ ബാർബിക്യൂ നാഷനിലോട്ട് പോയിട്ടുണ്ട്. കാരണം നമ്മൾ കട അടച്ചിട്ട് ബാർബിക്യൂ നാഷനിൽ പോകുമ്പോൾ മണി രാത്രി 9:30-10 മണിയാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ ആ ഒരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തരായാലും കയറിക്കളയാന്ന് പറഞ്ഞ് 499 ഉള്ളൂ. ഞാൻ നേരെ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ അവർ ഓൾറെഡി എൻ്റെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 499 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാം തിന്നാൻ പറ്റില്ല. നിങ്ങൾക്ക് ഗ്രില്ല് സാധനങ്ങൾ, നമ്മൾ ഈ ഗ്രില്ല് ചെയ്ത് തിന്നുന്ന സാധനങ്ങളുണ്ടല്ലോ, ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളെ കൊഞ്ച് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഗ്രില്ലുകൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഗ്രില്ലല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർ ലിസ്റ്റ് നോക്കിയപ്പോൾ എന്തായാലും മുതലാണ് 499. പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മൾ രണ്ടുപേരും കൂടെ നേരെ അകത്ത് കയറി. പിന്നെ നേരെ പോയിട്ട് നമ്മളെ പ്ലേറ്റ് എടുത്തിട്ട് ഓരോ സാധനങ്ങൾ വീതം എടുക്കാമെന്ന് പോയി. ഇത് വന്നിട്ട് നമ്മളെ പാനിപ്പൂരിയാണ്. അപ്പോൾ ഇലായിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ തൊട്ടേ ഇലായി എന്നെ പറയുന്നു പാനിപ്പൂരി വേണം. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ സത്യമായി ഞാൻ പാനിപ്പൂരി കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ പാനിപ്പൂരി കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്രയ്ക്ക് വൃത്തിയുള്ളൊരു സ്ഥലം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇലായിക്ക് വാങ്ങിച്ച് കൊടുത്തിട്ടേ ഇല്ല. അങ്ങനെ 4.5 വർഷത്തിന് ശേഷമാണ് ഇലായിക്ക് പാനിപ്പൂരി തിന്നാനുള്ള ഭാഗ്യം കിട്ടിയത്. പാനിപ്പൂരി തിന്ന് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഞാനും കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് എല്ലാവരെയും എന്താ പറയുക, മിസ് നോട്ട് എവരി കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്നില്ല. നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ബൊഫയിൽ നമുക്ക് ഇൻക്ലൂഡഡ് എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ട് ചിക്കൻ ബിരിയാണി കിട്ടും, പിന്നെ വന്നിട്ട് വെജിറ്റബിൾ ബിരിയാണി കിട്ടും, നമുക്ക് വന്നിട്ട് പ്ലെയിൻ റൈസ് കിട്ടും, പിന്നെ വന്നിട്ട് നമുക്ക് ഫിഷ് കറി കിട്ടും, മട്ടൻ കറി കിട്ടും, ചിക്കൻ കറി കിട്ടും, പിന്നെ നമുക്ക് വന്നിട്ട് എഗ് റോസ്റ്റ് കിട്ടും, പിന്നെ വന്നിട്ട് കുറേ ടൈപ്പ് ഓഫ് നമ്മൾ ഈ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബട്ടർ നാനൊക്കെ ഉണ്ടല്ലോ, ബട്ടർ നാനും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും ഇത് പൈസ ആണോ എന്നുള്ള പേടിയാണ്. ഒരു സാർ ബട്ടർ നാൻ വേണോ? ഞാൻ പേടിച്ചു ഇനി പൈസ വല്ല കൊടുക്കേണ്ടി വരും. ഇല്ല സാർ. അങ്ങനെ ഞാൻ ബട്ടർ നാനും വാങ്ങിച്ചായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ വന്നിട്ട് ഒരുപാട് കേക്ക്സ് ഉണ്ട്, ഒരുപാട് ചോക്ലേറ്റ് കേക്ക്സ് ഉണ്ട്, പിന്നെ വന്നിട്ട് ഐസ്ക്രീംസ് ഉണ്ട്. പുള്ളിക്കാരി വന്നിട്ട് ഒരു ഗോൾഡ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഷോയാണ് കാണിക്കണത്. സോറി, നിങ്ങളതൊന്ന് കാണി. അങ്ങനെ നമ്മൾ വന്നിട്ട് ഐസ്ക്രീംസ് വന്നിട്ട് 4 ക്യൂബ്സ് ഓഫ് ഐസ്ക്രീംസ് അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ട് 2 കുൽഫി അവൈലബിൾ ആണ്. പിന്നെ ഒരു 4-5 ടൈപ്പ് കേക്ക്സ് അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ട് ഒരുപാട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ വന്നിട്ട് ഒരുപാട് സാലഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് വെർത്താണോന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് വെർത്താണ്. അപ്പം നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ അതൊരു ആംബിയൻസ് വന്നിട്ട് കിടിലൻ ആംബിയൻസ് ആണ്. അപ്പോൾ ആ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ പക്ക ഫ്രണ്ട്ലി സ്റ്റാഫുകളാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റാഫുകളൊക്കെ എനിക്ക് 100-ന് 100 കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ ആഗ്രഹങ്ങളാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. So thanks so much for watching my blog. If you like my blog, please put like, comment and share. Okay, bye, see you.